നമ്മുടെ ബാലചന്ദ്ര മേനോനെതിരെ കേസ് കൊടുത്ത മിനു മുനീർ തമിഴ്നാട്ടിൽ പോലീസ് പിടിയിലായിരിക്കുന്നു. പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്ത കേസിലാണ് അവരെ പിടിയിലായിരിക്കുന്നത്. കേരളത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ത്രീകൾക്ക് ക്ലിക്കാവാൻ പറ്റും. ആരുടെയെങ്കിലും പേരിൽ ഒരു പീഡന കേസ് അങ്ങ് പറഞ്ഞാൽ മതി. ആ സ്ത്രീ എത്ര പേരുടെ പേരിലാണ് പീഡനത്തിന്റെ പേര് പറഞ്ഞത്? മുകേഷിനെതിരെ പറഞ്ഞു. ബാലചന്ദ്ര മേനോൻ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് മാസ്റ്റർ ബീൻ ചെയ്തു എന്നും എന്തൊക്കെയാണ് അവര് കേരളത്തിൽ വന്ന് അടിച്ചുവിട്ടത്? എത്രയെത്ര നടന്മാരാണ് അവരെ കെട്ടിപ്പിടിച്ചെന്നും ഓടിച്ചിട്ട് ബലാത്സംഗം ചെയ്തെന്നും എന്നൊക്കെ പറഞ്ഞത്. ഇവരുടെ എല്ലാം തൊഴിൽ ഇതാണ്. പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രധാന തൊഴിൽ. യൗവനകാലത്ത് ഇവർ തന്നെ അവരുടെ ശരീരം വിറ്റിരുന്നു. എന്നിട്ട് ഇവരെ ആർക്കും ആവശ്യം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ഇവർക്ക് കസ്റ്റമർ ഇല്ലാതെ വരുന്ന സമയത്ത് മറ്റ് സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഇവർ സ്വയം മാറും. എന്നിട്ട് ആരെങ്കിലുമൊക്കെ ഉന്നതികളിൽ എത്തുമ്പോൾ അവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിൽ നിന്ന് പണം തട്ടാനുള്ള രീതികളാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇവരൊക്കെ വെറും മോശമായ രീതിക്കാരാണ് എന്നത് ഈ കേസുകളിലൊക്കെ നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇതെല്ലാം കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലും ഇങ്ങനെ തന്നെയാണ്. ആരെങ്കിലും ഇലക്ഷന് മത്സരിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പീഡന പരമ്പര അങ്ങോട്ട് തുടങ്ങും. ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ കണ്ട് പണ്ട് കോളേജിൽ പഠിച്ചതോ കൂടെ നടന്നതോ കൂടെ ഇരുന്നതോ ഒക്കെ ആയ പെൺകുട്ടികളെ കുറെ പണമൊക്കെ കൊടുത്ത് അവരെ കൊണ്ടൊരു പീഡന പരാതി കൊടുപ്പിച്ച് അവരെ നശിപ്പിച്ച് കളയുക, ഉന്മൂലനം ചെയ്യിച്ചു കളയുക. ഇതൊക്കെയാണ് പരിപാടികൾ. ഇതേ രീതികൾ തന്നെയാണ് ഈ സിനിമാ ലോകത്ത് നടക്കുന്നത്. ഏതെങ്കിലും രീതിയിലൊക്കെ ടാർഗറ്റ് ചെയ്ത് കുറെ പൈസകൾ ഒപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. മുകേഷ് ഇവരുടെ അടുത്ത് മോശമായി പെരുമാറിയെന്നും ഇവരെ ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ കേസ് കൊടുത്തത്. ബാലചന്ദ്ര മേനോൻ അദ്ദേഹത്തിനെ കുറിച്ച് ഇന്ന് വരെ ഒരു പെൺകുട്ടികൾ പോലും ഒരു പരാതിയും പറയാത്തൊരു മനുഷ്യനാണ്. എത്രയോ സ്ത്രീകളെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ നായികമാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരാള് ബാലചന്ദ്ര മേനോൻ, പാർവതി, അങ്ങനെ ഓരോ പേരെടുത്ത് പറയേണ്ട ഒരുപാട് സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം ബാലചന്ദ്ര മേനോനാണ്. അവരാരും ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു മോശം പരാതി പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവര് വന്നിരുന്നിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ യൗവനകാലത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് അവരും യൗവനത്തിലായിരുന്നു. ആ സ്ത്രീ അവരുടെ യൗവനകാലമായിരുന്നു. അന്ന് അവർക്ക് പരാതി പറയാമായിരുന്നല്ലോ, അല്ലെങ്കിൽ അന്ന് കേസ് കൊടുക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഒരു മനുഷ്യൻ വളരെ ഉന്നതികളിലെത്തി അദ്ദേഹം കുടുംബവും അദ്ദേഹത്തിന്റെ മക്കളുടെ മക്കളും ഒക്കെ ആയി വരുന്ന സമയത്ത് ഇത്തരം പരാതികൾ പറഞ്ഞ് അവരെയൊക്കെ വെറുതെ ഒന്ന് നാറ്റിച്ച് ഒന്ന് പീഡിപ്പിച്ച് കുറെ പൈസ സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ്. ഇത്തരം ക്രിമിനൽ വാസനയുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ ചെന്ന് കുടുങ്ങും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവരെ ഇപ്പൊ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അനാശാസ്യ പ്രവൃത്തിയാണ് കേസ്. ഏതോ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി മറ്റാർക്കോ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്താണ് അവരെ പിടിക്കുകയും അറസ്റ്റ് ചെയ്ത് തൃശ്ശൂരിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്നും കണ്ടാണ് അവരെ പിടിച്ചോണ്ട് പോയത്. ഇതുപോലെ മലയാള സിനിമയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതൊക്കെ ആവുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ പേരിൽ അങ്ങോട്ട് പീഡന പരാതികൾ പറഞ്ഞ് കുറെ പണം അടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം. കേരളത്തിലാകുമ്പോൾ ഇത് പെട്ടെന്ന് ക്ലിക്കാവും. കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ, ഏതെങ്കിലും പുരുഷന്മാരുടെ പേരിൽ സ്ത്രീകൾ ഏതെങ്കിലും ഒരു പീഡന കാര്യം പറഞ്ഞാൽ മതി, ഉടൻ തന്നെ മാധ്യമങ്ങളും യൂട്യൂബർമാരും എല്ലാം കൂടെ ഇവരെ പിറകെ അങ്ങോട്ട് കൂടി ആ മനുഷ്യനെ പിന്നെ ജീവിതത്തിൽ അങ്ങ് നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. അത്തരം പ്രവൃത്തികളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതൊന്നും ന്യായമായ കാര്യങ്ങളല്ല. ഒരു മനുഷ്യൻ 10, 20, 25 വർഷത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. അതിനെ അന്നോ അടുത്ത കാലത്തോ ഒന്നും പരാതിപ്പെടാതെ അദ്ദേഹവും മക്കളുടെ മക്കളും ഒക്കെ ആയി കഴിയുന്ന സമയത്ത് അവരെ പേരിൽ ചെന്ന് പരാതി പറയാനും ഈ ചെയ്തതിന്റെ പേരിൽ തന്നെ എത്രയെങ്കിലും പ്രാവശ്യം അവരെ പീഡിപ്പിച്ചിട്ട് തന്നെ പണങ്ങൾ മേടിച്ചിട്ടുണ്ടാവാം. നമ്മുടെ മുകേഷിന്റെ കാര്യം തന്നെ അറിയാമല്ലോ. മുകേഷിനോട് 25,000 ചോദിച്ചു, 50,000 ചോദിച്ചു, പിന്നെ ലക്ഷങ്ങൾ ചോദിച്ചു. യാദൃച്ഛികമായിട്ട് ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനല്ലേ ദുർബല നിമിഷങ്ങളിൽ അവരോട് എന്ന് സെക്സിന് ആവശ്യപ്പെട്ടു. അവർ നോ പറഞ്ഞു. പിന്നെ കാര്യം തീർന്നില്ലേ? നമ്മുടെ കേരളത്തിന്റെ ഒരു രീതി തന്നെ മാറേണ്ടിയിരിക്കുന്നു. ഒരു പുരുഷന് ഒരു സ്ത്രീയോട് അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അവസാനിപ്പിക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നോട് കഴിയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പറയണോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാറ്റ് അവിടെ അവസാനിച്ചു. ഇത് ഒന്ന് നോക്കിയാൽ മതി പീഡനമായി, ഇരുന്നാലും മതി പീഡനമായി. ഒരു പുരുഷന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും ശരിയുള്ള രീതിയല്ല. സ്ത്രീകൾക്ക് നല്ല രീതിയിൽ ഒരു കടിഞ്ഞാണിടേണ്ടതുണ്ട്. സ്ത്രീകളെ ഉപദ്രവിക്കണമെന്നല്ല, സ്ത്രീകളെ മാന്യമായിട്ട് ജീവിക്കാൻ അനുവദിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഇല്ലാ കേസുകളും കള്ളക്കേസുകളും ഒക്കെ കൊടുത്ത് മനുഷ്യരെല്ലാരെയും ഇങ്ങനെ കൊടുക്കുന്ന ഒരു രീതി കേരളത്തിൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പുരുഷന്മാർക്ക് സ്ത്രീകളുള്ള മേഖലകളിലൊക്കെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക? സ്ത്രീകൾക്ക് മാത്രം മതിയോ ഈ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെ? പുരുഷന്മാർക്ക് വേണ്ടേ? ഇതൊക്കെ നമ്മൾ വ്യക്തമായി തെളിയല്ലേ ഈ സ്ത്രീയുടെയൊക്കെ സ്വഭാവവും ക്യാരക്ടറും എന്തിനാണെന്ന്? ബാലചന്ദ്ര മേനോനെ പറഞ്ഞതൊക്കെ വളരെ മോശമായി പോയില്ലേ? അവസാനം അദ്ദേഹം കോടതിയിൽ പോയി മനനഷ്ട കേസ് കൊടുത്ത് അവര് ജാമ്യം എടുക്കേണ്ടി വന്ന അവസാനം ഇല്ലാ കഥകളൊക്കെ പറയുന്ന ഓരോ രീതികൾ. ഏതെങ്കിലും ഒരു പുരുഷൻ പണ്ടം
ആയിക്കോട്ടെ, യൗവനകാലത്ത് ഇപ്പോൾ ആരാണ്, ഏത് പുരുഷനാണ് ഇല്ലാത്തത്? എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം ഓർമ്മിച്ച് വച്ചിരുന്ന് അവരുടെ മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി ആയിരിക്കുന്ന കാലത്ത് അപമാനിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ഇവർക്കെല്ലാം കിട്ടുന്നത്. ഇവരെല്ലാം സമൂഹത്തിൽ വെറും വൃത്തികെട്ട മനുഷ്യരാണ്. അവർ ചെയ്തതിന്റെ ഫലമാണ് അവർക്ക് കിട്ടിയത്. മുകേഷ് പോട്ടെ, പിന്നെ മുകേഷ് പിന്നെ അങ്ങനെ ഒരു ടൈപ്പാണ് ആള്. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചിട്ടുണ്ടാവും. വേറൊരു നടനുണ്ടല്ലോ, ആടിലൊക്കെ അഭിനയിച്ച, അവനെ കുറിച്ച് പറഞ്ഞു, അവൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. സിനിമാ ലോകത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മളതിനെ ന്യായീകരിക്കുകയൊന്നുമില്ല. ഒരു പുരുഷനും സ്ത്രീയോട് മോശമായി പെരുമാറാൻ പാടില്ല. എങ്കിലും ഈ ഫീൽഡൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഈ ഫീൽഡിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറെയൊക്കെ കണ്ടെന്നും കേട്ടില്ലെന്നും നടിച്ചൊക്കെ തന്നെയാണ് ഒരുവിധപ്പെട്ടവരെല്ലാം ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. മിനു മുനീറിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത് അവർ നിരപരാധിയായ മനുഷ്യരോട് ചെയ്തതിന്റെ ഒരു കുറ്റമാണ്. അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ശിക്ഷ കിട്ടുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അവർ ചെയ്ത ആ തെറ്റിന് പാപപരിഹാരമാവുകയുള്ളൂ.